ഗസയിലെ ഭരണസമിതി പിരിച്ചുവിട്ട ഹമാസിന്റെ നടപടിയെ സ്വാഗതം ചെയ്ത് ഐക്യരാഷ്ട്രസഭ. വെടിനിർത്തൽ കരാർ നടപ്പിലാക്കാൻ സഹായിക്കുന്ന ഏത് നീക്കത്തെയും സ്വാഗതം ചെയ്യുന്നതായി UN വ്യക്തമാക്കി. അമേരിക്കയിൽ നിന്ന് മധു കൊട്ടാരക്കര ചേർന്നു. മധു കൊട്ടാരക്കര, നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ 20 വർഷത്തിന് ശേഷം, ഏതാണ്ട് 2 പതിറ്റാണ്ടിന് ശേഷമാണ് ഹമാസ് ഗസയുടെ ഭരണം വിട്ടുകൊടുക്കുന്നത്. ബോർഡ് ഓഫ് പീസ് ഒരു ഭരണസമിതിക്ക്. ഇത് സ്വാഭാവികമായും ലോകരാജ്യങ്ങൾ അംഗീകരിക്കും. അപ്പോഴും നിരായുധീകരണം അടക്കമുള്ള ആവശ്യങ്ങളിൽ ഹമാസ് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല. ഗുഡ് മോർണിംഗ് സുഹേൽ, ശ്രീനിധി. 2007 മുതലാണ് ഗസയുടെ ഒരു പൂർണ്ണ നിയന്ത്രണം ഹമാസ് കൺട്രോൾ ചെയ്തുകൊണ്ടിരുന്നത്. അത് അവരുടെ ഭരണസമിതി പിരിച്ചുവിട്ടതായിട്ട് അല്പം മണിക്കൂറുകൾക്ക് മുമ്പാണ് അവർ പ്രഖ്യാപിച്ചത്. നേരത്തെ അമേരിക്കൻ പിന്തുണയോടുള്ള ഒരു സമാധാന പദ്ധതിയുടെ ഭാഗമായി രൂപീകരിക്കുന്ന ഈ നാഷണൽ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ഗസ എന്ന ഒരു പുതിയ സിവിലിയൻ ഭരണ സംവിധാനത്തിനാണ് ഇപ്പോഴത്തെ അവരുടെ ഈ ഭരണം കൈമാറുവാൻ ഹമാസ് തീരുമാനിച്ചിരിക്കുന്നത്. ഈ ഹമാസ് ഭരണകൂടത്തിന്റെ എമർജൻസി കമ്മിറ്റി തലവൻ മുഹമ്മദ് അൽ ഫറാബ് ആണ് തന്റെ രാജിക്കത്ത് ഇപ്പോൾ സമർപ്പിച്ചിരിക്കുന്നത്. ഈ ഭരണമാറ്റം സുഗമമാക്കുന്നതിനും ആണ്. അത് മാത്രമല്ല, ഇവർ ആവർത്തിച്ച് പറഞ്ഞത് അതിനകത്ത് ആത്മാർത്ഥതയുണ്ടെന്നൊക്കെ പറഞ്ഞാണ് ഈ രാജി എന്നാണ് ഹമാസ് പറയുന്നത്. കഴിഞ്ഞ ഒക്ടോബറിലാണ് ഡൊണാൾഡ് ട്രംപിന്റെ നേതൃത്വത്തിൽ ഈ ഇസ്രയേലുമായിട്ട് ഒരു വെടിനിർത്തൽ കരാർ ഹമാസുമായിട്ട് നിലവിൽ വന്നത്. അതിനുശേഷം ഈ ദൈനംദിന ഭരണകാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുവാൻ തയ്യാറാണെന്ന് ഹമാസ് ആവർത്തിച്ച് വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഈ ഭരണത്തിൽ നിന്ന് മാറുമെങ്കിലും നേരത്തെ സുഹേൽ സൂചിപ്പിച്ചതുപോലെ ഹമാസിന്റെ നിരായുധീകരണം ഉൾപ്പെടെയുള്ള തർക്ക വിഷയങ്ങൾ ഇപ്പോഴുമുണ്ട്. ഇതിനകത്ത് തീരുമാനമായിട്ടില്ല. ഈ ഹമാസിന്റെ ഇപ്പോഴത്തെ ഈ തീരുമാനത്തെ ഐക്യരാഷ്ട്രസഭ അത് സ്വാഗതം ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല, ഈ ഉദ്ദേശ ലക്ഷ്യങ്ങളുമായി മുന്നോട്ട് പോകുന്ന എല്ലാ കാര്യങ്ങൾക്കും ഐക്യരാഷ്ട്രസഭയുടെ പിന്തുണയുണ്ടെന്ന് ഐക്യരാഷ്ട്ര UN സെക്രട്ടറി ജനറലിന്റെ വക്താവ് സ്റ്റെഫാൻ ഡുജാറിക്ക് വ്യക്തമാക്കി. അത് മാത്രമല്ല, പുതിയ സിവിലിയൻ ഭരണസമിതി ഗസയിൽ ചുമതല ഏൽക്കുമ്പോൾ ഈ പാലസ്തീൻ അതോറിറ്റിയുടെ കീഴിൽ ഒരു ഏകീകൃത പാലസ്തീൻ ഭരണം കൊണ്ടുവരാനുള്ള ശ്രമങ്ങളെയും ഈ ഐക്യരാഷ്ട്രസഭ പിന്തുണയ്ക്കുമെന്നാണ് സ്റ്റെഫാൻ പറയുന്നത്. സൊഹേൽ, അതേപോലെ ഈ നേറ്റോ ഉച്ചകോടിക്ക് ഇന്ന് തുർക്കിയിൽ തുടക്കമാകും. ഡൊണാൾഡ് ട്രംപും യുക്രൈൻ പ്രസിഡന്റ് വ്ളോദിമിർ സെലൻസ്കിയും ഒക്കെ പങ്കെടുക്കുന്നതാണ് ഇത്. ഉച്ചകോടി നടക്കുന്നത് നേറ്റോ രാജ്യമായ ഈ പോളണ്ടിനെ ഒരു റഷ്യ ആക്രമിച്ചേക്കുമെന്നുള്ളൊരു ഭീഷണി നിലനിൽക്കുന്നുണ്ട്. അത്തരം ഒരു സാഹചര്യത്തിലാണ് ഇത് നടക്കുന്നത്. അതേസമയം യുക്രൈൻ തലസ്ഥാനമായ കീവിലെ ജനവാസ കേന്ദ്രങ്ങൾക്ക് നേരെ റഷ്യ അവരുടെ ആക്രമണം കടുപ്പിക്കുകയാണ്. സൊഹേൽ, ശ്രീനിധി. മധു കൊട്ടാരക്കരയാണ് സമഗ്രമായ വിവരങ്ങൾ നൽകിയത്. എന്തായാലും ലോകത്ത് സമാധാനം പടരട്ടെ. ഗസയുടെ ഭരണം ഹമാസ് വിട്ടുകൊടുക്കുന്നു. മറുഭാഗത്ത് നാറ്റോയുടെ നിർണായക ചർച്ച കൂടി നടക്കുന്നു. റഷ്യ യുക്രൈൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് നിർണായക യോഗം എന്നുള്ളതും പ്രസക്തമാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.